എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നതാ. ഇതൊക്കെ എങ്ങനെയാ? ഗിരിജ വിഷമിക്കണ്ട, ചെല്ല്. ഇല്ലെങ്കിൽ ഞാൻ അനുഭവിപ്പിക്കും. നീ അതിര് കടന്ന സംസാരിക്കുന്ന. എന്റെ അച്ഛനെ സങ്കടപ്പെടുത്താൻ നിനക്ക് എന്താ അവകാശം? നിനക്ക് ചെവി കേട്ടൂടെ? എന്റെ അച്ഛനെ ജയിലിലാക്കിയതിന്റെ ശിക്ഷ ഈ മനുഷ്യൻ അനുഭവിക്കുമെന്ന്. ഈ വിഷയത്തില് നീ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഡീലാ. ഞാനും എല്ലാം നഷ്ടപ്പെട്ട് വട്ടപൂജ ആവാൻ പോകുന്ന പ്രതാപവർമ്മ എന്ന എന്റെ വല്യമ്മാവനും തമ്മില്. നിന്റെ അഹങ്കാരത്തിന് ഒരിക്കൽ നീ പശ്ചാത്തപിക്കും. ഇത് ഋതികയാ പറയുന്നത്. നീ ആരാ എന്റെ ഭാവി പ്രവചിക്കാൻ? ജ്യോതിഷിയോ? അവളുടെ ഒരു പ്രവചനം. എന്റെ ഭാവി പ്രവചിക്കാൻ നീ ഒരു ജന്മം കൂടി ജനിക്കണം. നീ ഇപ്പൊ വണ്ടി എടുക്ക. അച്ഛാ, അവള് പറഞ്ഞതൊന്നും അച്ഛൻ കാര്യമൊക്കെ ഉണ്ടോ? അവള് അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. ഞാനുണ്ട് അച്ഛന്റെ കൂടെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. സാരമില്ല മോളെ, അവള് പറയട്ടെ. മോളിതൊന്നും കേട്ട് സങ്കടപ്പെടണ്ട. അച്ഛന് ഒരു വിഷമവുമില്ല. ജീവിതത്തിൽ എപ്പോഴും നല്ല വാക്കുകൾ മാത്രം നമുക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളാ. അമ്മ ഇന്ന് ഈ സാരി ഉടുത്താ മതി. ഇതൊന്നും വേണ്ട മോളെ. ഇത്രയും പകിട്ടുള്ള സാരിയൊന്നും അമ്മയ്ക്ക് വേണ്ട. വേണം, ഞാനാ പറയുന്നത്. അമ്മ ഇത് ഉടുത്തേ പറ്റൂ. വേണ്ട മോളെ. വേണം. അമ്മയുടെ മകനെ ഗൾഫുകാരനാ. ഒരു മകള് ഇൻകം ടാക്സ് ഓഫീസറും. മൂത്ത മകളായ ഞാനേ പാഴായിട്ടുള്ളൂ. നീ പാഴാണെന്ന് ആര് പറഞ്ഞു? എന്തായാലും ഒരു വീടിന്റെ പണി നീ തീർത്തില്ലേ? ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് രാജു തരും. അപ്പൊ ഞാൻ പേട്ടതേങ്ങയൊന്നും അല്ലല്ലേ? അമ്മയുടെ 3 മക്കളും വലിയ പൊസിഷനിലാ. അപ്പൊ ഈ വില കൂടിയ പട്ടുസാരി ഉടുത്തേ പറ്റൂ. അമ്മയ്ക്ക് ഇത്രയും നല്ല സാരിയൊക്കെ ഉടുക്കണമെന്നും സുന്ദരിയായിട്ട് വിലസണമെന്നും നല്ല ആഗ്രഹമുണ്ട്. ബോഡി കളിയാക്കാതെ. വേണ്ട, എന്റെ അടുത്ത് തരികിടയൊന്നും ഇറക്കല്ലേ. ഞാൻ പിടിക്കുവേ. ഞാൻ തരികിടകളുടെ ഉസ്താദായ ജയന്റെ ഭാര്യയാ. അമ്മ വേഗം റെഡിയാവ്, ഞാനിപ്പോ വരാവേ. ഇതാര്? കല്യാണ ചെക്കനോ? അച്ഛ കലക്കിയിട്ടുണ്ട് കേട്ടോ. നീയേ വെറും വയറ്റില് ഊതലട്ടോ മോളെ. എന്നാലും അച്ഛനെ കണ്ട ഒരു 40-45. ലേശം കുറച്ചുകൂടി മുകളിലേക്ക് പോട്ടെ. ഒരു 50-52. ഒരു ലേശം കൂടി 60-65. സെറ്റ്. ആ ലെവലിൽ നിൽക്കട്ടെ. കൂടിയാലും കുറഞ്ഞാലും ആർക്കും ഒന്നുമില്ല. ആ അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ മോളെ? നമ്മൾ അവിടുന്ന് പോയിട്ടെ ഇപ്പൊ 2 വർഷമായില്ലേ? ഇതിനിടയില് ആ ഋതികയുടെ വിവരം വല്ലതും അറിഞ്ഞോ? ഋതിക മിണ്ടി പോരുത്. എനിക്ക് പേര് കേൾക്കുമ്പോഴേ അടിമുടി വിറയ്ക്കാൻ തുടങ്ങും. ഋതിക വർമ്മ. ഈ നാശങ്ങളെയൊക്കെ ഞാൻ എന്നേ മറന്നതാ. എന്റെ മോന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും തകർത്തെറിഞ്ഞ അവരാ. അമ്മയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എനിക്ക് അവളെ കുറിച്ച് കേൾക്കുമ്പോഴേ ദേഷ്യ. ഓർക്കുമ്പോ ഞെട്ടിപ്പോവാ. നീ ആ വിഷയം വിട്ടേ. നമുക്ക് വേറെ വല്ല നല്ല കാര്യം സംസാരിക്കാം.
ആ ഗിരിജ ഇരിക്ക്. ഇരിക്കുന്നില്ല മാഷെ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. എന്താ? ഇളയ മകളല്ലേ ശ്രീലക്ഷ്മി? അതെ. ആ കുട്ടി ഇൻകം ടാക്സ് ഓഫീസർ അല്ലേ? അതിന് താഴെയാണ്. ഉടനെ തന്നെ ഇൻകം ടാക്സ് ഓഫീസർ ആവും. ഞാൻ ആ കുട്ടിയോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, അതിനിപ്പോ അവളിവിടെ ഇല്ലല്ലോ, ഹോസ്റ്റലിലാ താമസിക്കുന്നത്. ദൈവമേ, എന്റെ പ്രതീക്ഷ തെറ്റിയല്ലോ. പ്രതീക്ഷ തെറ്റിയിട്ടൊന്നുമില്ല. ഗിരിജ കാര്യം പറ. വേണുമാഷിന്റെ മകൻ ഗൾഫിലല്ലേ? എന്നാ വരുന്നേ? 2 ദിവസം കഴിയും. എന്റെ മകന്റെ ഒരു പ്രശ്നമാ വേണുമാഷെ. ആ, അവന്റെ ഒരു വൃക്ക തകരാറിലായി. അത് മാറ്റിവെക്കണം. അതിന് ഒരുപാട് പൈസ ചെലവുണ്ട്. ഞാൻ പലരോട് സഹായം ചോദിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. ആ, ഗിരിജ വിഷമിക്കാതെ, എല്ലാം നടക്കും. കുറച്ച് കാശ് ഞാനിപ്പോൾ തരാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണ്ടത് ചെയ്യാട്ടോ. പിന്നെ ഇത് തന്ന് അവസാനിപ്പിക്കാന്ന് വിചാരിക്കണ്ട. മകന്റെ കാര്യത്തിൽ പണം തികയാതെ വന്നാ എന്റെ അടുത്ത് വരാൻ മടിക്കണ്ട. ഞാൻ എങ്ങനെയാ മാഷെ നന്ദി പറയണ്ടേ? എന്താ ഇത്? ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിനോട്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നതാ. ഇതൊക്കെ എങ്ങനെയാ? ഗിരിജ വിഷമിക്കണ്ട, ചെല്ല്. ആ, അതെല്ലാം അറേഞ്ച് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ആ, ഓക്കെ, ബൈ. ഹായ് വിജയ്. ഹായ് സർ. ഫംഗ്ഷൻ എപ്പോഴാണ് തുടങ്ങുന്നത്? ഷാർപ്പ് 10:30 തന്നെ തുടങ്ങും. RVM ഇപ്പോൾ ഓൺ ദ വേ. ആ, ഞാനിതൊന്ന് അനൗൺസ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ ഇരിക്കുക. ശരി. ആ, എ വാം വെൽക്കം ടു എവരി വൺ ഗാതേർഡ് ഹിയർ. നമ്മുടെ ഫംഗ്ഷൻ കൃത്യം 10:30 ഫോറിൻ കൺട്രീസിലെ ഇത്തവണത്തെ ബിസിനസ് ഐക്കോണായ ശ്രീ RVMനെ സ്വീകരിക്കുന്ന ചടങ്ങാണിത്. വേറെ ചില ആവശ്യങ്ങൾക്കായി ലണ്ടനിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ശ്രീ RVM. അദ്ദേഹം കൃത്യം 10:30 തന്നെ ഇവിടെ എത്തും. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഇല്ല, ഫംഗ്ഷൻ ടൈം ആവുന്നതല്ലേ ഉള്ളൂ. RVM വന്നില്ലേ? കൃത്യം 10:30 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ, മാഡത്തിന് RVMനെ പരിചയമുണ്ടോ? പിന്നെ UAE പാം ജുമേറയില് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റില് RVM എന്നെ കാണാൻ വന്നിട്ടുണ്ട്.